Christ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. I'm thankful to everyone whoever were here. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുകയാണ്. As well as I'm happy to be over here to share the ministry report which the work is going on in Andhra. ആന്ധ്രാപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷയെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങളെ അറിയിക്കുവാനും ഞാൻ വളരെ സന്തോഷമാണ്. Many times you are hearing through dad and mom whatever it is going on in Andhra. പ്രിയ പിതാവിലൂടെയും മാതാവിലൂടെയും ആന്ധ്രയിൽ നടക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. I hope you all are praying and supporting us. ആ മിനിസ്ട്രിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Last year, by God's grace, we could reach 94 new souls to the presence of the Lord. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് 94 ആത്മാക്കളെ ഞങ്ങൾക്ക് ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഈ ശുശ്രൂഷയെ ദൈവം ഉപയോഗിച്ചു. 18 children's programs in different places. പല വിവിധ സ്ഥലങ്ങളിൽ 18-ലധികം ചിൽഡ്രൻ പ്രോഗ്രാംസ്, 80-ലധികം ചിൽഡ്രൻസ് പ്രോഗ്രാം, VBS പോലെയുള്ള ചിൽഡ്രൻസ് പ്രോഗ്രാം നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. Due to that, we are able to get the souls of the children whoever are in a small age and they are studying in different hostels as there is no schools nearby. അങ്ങനെ സ്കൂളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന പിള്ളേരിലേക്ക് സുവിശേഷം എത്തിക്കുവാനും അവരെ രക്ഷയിലേക്ക് വഴി നടത്തുവാനും ഈ ശുശ്രൂഷ മുഖാന്തരമായി തീർന്നു. We could provide 10 borewells nearly this year. 10 ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്ത 10 സ്ഥലങ്ങളിൽ കിണറുകൾ ഒഴിക്കുവാനായിട്ട് ഈ ശുശ്രൂഷയെ സഹായിച്ചു. Where there is no borewells and there is no water resources for them, and we could share the gospel of living water of our Lord Jesus Christ. അങ്ങനെ ഗ്രാമങ്ങളിൽ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ കുടിവെള്ളം എത്തിക്കുവാനും അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുവാനും ഞങ്ങളെ ദൈവം സഹായിച്ചു. അങ്ങനെ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അവരോട് പങ്കുവയ്ക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. All of you know that we are dedicated for the tribal ministry. ഞങ്ങൾ ആദിവാസികളുടെ മധ്യത്തിലുള്ള ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്കറിയാം. Now we are reaching to the tribes of Godi, where our brothers are there from Chhattisgarh who they are coming. ഛത്തീസ്ഗഡിന് അടുത്തുള്ള ഗുണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ സഹോദരന്മാർ കടന്നു വരുന്നു. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. And we are trying to make note and enter into the Haldi language area tribes also. Haldi എന്ന ഗണത്തിൽപ്പെട്ട ആൾക്കാർ പാർക്കുന്ന സ്ഥലത്തും സുവിശേഷം എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. Please make note that these languages are not realized or recognized. ഈ ഒരു ഭാഷ മറ്റുള്ളവരുടെ ഇടയിൽ പൊതുവായിട്ട് കാണപ്പെടുന്നതല്ല. By God's grace, we are able to enter into their areas and we are planning to train them and continue the ministry. ദൈവകൃപയാൽ ആ പ്രദേശത്തേക്ക്, ആ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുവാനും സുവിശേഷം അറിയിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. God is giving deeply into the forest areas as well as in the midst of persecution areas like Chhattisgarh also. വനാന്തരങ്ങളിലും അതുപോലെ ഉപദ്രവങ്ങൾ നിറയപ്പെട്ട പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയാണ്. You all have seen many videos in other areas in social media. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രയാസങ്ങളും അതുപോലെ പീഡനങ്ങളും നടക്കുന്ന പല വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. Chhattisgarh is now suffering with the burial ground, lack of burial ground for the people whoever are saved. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വാസികളായ പ്രിയപ്പെട്ടവർ മരിച്ചതിനു ശേഷം അടക്കം ചെയ്യുവാൻ പോലും സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. This is one of the things which I felt very bad. ഈ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ വളരെ ബോധവാനാണ്, സങ്കടപ്പെടുന്നു. Since 1 year dad could not come to India. കഴിഞ്ഞ ഒരു വർഷത്തോളം പ്രിയ പിതാവിന് ഇന്ത്യയിലേക്ക് വരുവാൻ സാധിച്ചില്ല. Within this short time we could not do many things due to many problems. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ചെയ്യുവാൻ സാധിച്ചില്ല. We are trying for the burial grounds in those areas but we could not move ahead also due to many circumstances. അങ്ങനെ ഒരു അടക്കുവാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ചില ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ചുരുങ്ങിയ ഈ കാലയളവിനുള്ളിൽ അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. This may be an amazing thing to you to hear this. ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഈ മിനിസ്ട്രി റിപ്പോർട്ട് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് എന്ന് എനിക്കറിയാം. What is happening
happening there is when a person who is believed he dies, for days together they are leaving the body on the road and they are not allowing them to get buried. അവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അനേകം ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ആ ശരീരത്തെ, ആ മൃതശരീരത്തെ മറവ് ചെയ്യുവാൻ സാധിക്കാതെ അവിടെ തുടർന്ന സ്ഥലങ്ങളിൽ വെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട്, വിശ്വാസി ആയതുകൊണ്ട്. And that person is also not died due to any injury or anything. He was died or she was died due to the persecution, beaten up by the elders of that village as they came into the Lord. ആ വിശ്വാസി മരിച്ചത് ഒരു സാധാരണ മരണത്താലല്ല, അപകടമോ അങ്ങനെ സാധാരണ മരണമല്ല, മറിച്ച് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മറ്റുള്ളവരാൽ വളരെ മാരകമായി മർദ്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതാണ്. For one body burial nearly we went till Supreme Court. ഒരു അങ്ങനെയുള്ള വിശ്വാസിയുടെ ശരീരത്തെ, മൃതശരീരത്തെ അടക്കുവാൻ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. You can think about the situation how it is. ആ ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് എനിക്കറിയാം. If God willing, we are planning to have a common burial ground for that area, so that is our princess and it is a ministry princess. Everyone, whoever comes into the Lord, they can get easy burial. Like that we are planning. Let that be in your prayer point. ദൈവം അനുവദിക്കുന്ന വർഷം എത്രയും വേഗം തന്നെ അങ്ങനെയുള്ള വിശ്വാസികൾ, ക്രിസ്തുവിൽ മരിക്കുന്ന വിശ്വാസികളെ അടക്കം ചെയ്യുവാനുള്ള ഒരു ബറിയൽ പ്ലേസ് ഞങ്ങൾ ഒരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു വിഷയത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. Many of you visited Andhra and they are requesting the remaining brothers also to visit Andhra, even sisters also to come and visit Andhra. ഇവിടെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ആന്ധ്ര സന്ദർശിച്ചിട്ടുള്ളവരാണ് എന്ന് എനിക്കറിയാം. ഇനി സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സഹോദരിമാർക്കും കടന്നു വരും. We are working in 3 states in Andhra, Orissa and Chhattisgarh. ഛത്തീസ്ഗഡിലും ഒറീസയിലും ആന്ധ്രയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. Every area is a tribal belt. എല്ലാ സ്ഥലങ്ങളും ആദിവാസികളാൽ നിറയപ്പെട്ട സ്ഥലമാണ്. In upcoming days, God willing, we are going to expand our ministry to Uttarakhand area also. ദൈവം അനുവദിക്കുന്ന വർഷം ഉത്തരാഖണ്ഡിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷയെ വ്യാപിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. To say you in a short way, everything is a straight line from Araku, but we have to travel due to other mists and other sources. If we go straight, if we see the map, all these tribal areas are straight from Araku area to Uttarakhand area, but to travel we have to go in a different angles. Okay, നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരാഖണ്ഡിലേക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെ റോഡുകളുടെയും മറ്റു പ്രയാസങ്ങൾ കാരണം വളരെ ദൂരം യാത്ര ചെയ്താണ് ഞങ്ങൾ ആ ദേശത്തേക്ക് പോകുന്നത്. Usually Naxals walk through that ways. ആ പ്രദേശങ്ങളിലൂടെ നക്സൽസ് പോലെയുള്ള ആൾക്കാർ രാത്രികളിൽ സഞ്ചരിക്കുന്നതാണ്. To kill one of our MLAs, and Naxals came by walk from Chhattisgarh area where we are working now as a mission field. They came, they killed and they went away. Okay, ഛത്തീസ്ഗഡിൽ നിന്ന് ചില നക്സലൈറ്റ്സ് വന്ന് ഞങ്ങളുടെ MLA കൊല്ലുവാനായിട്ടും കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ സംഭവിക്കുകയുണ്ടായി. Please pray for the situations. ആ ഒരു സാഹചര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. This we are improving the Bible training center also this year. ഞങ്ങൾ ഈ വർഷം അവിടെ ഒരു ബൈബിൾ ട്രെയിനിങ് സെന്ററും അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നു. In 12 places sewing centers are running for the sisters who are in poor and needy. 12 സ്ഥലങ്ങളിൽ വളരെ പാവപ്പെട്ട വിധവകളായിട്ടുള്ള സഹോദരിമാർ പാർക്കുന്നു. അവരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. And we are planning to have a vocational training center which was continued in the vacations. അവധിക്കാലത്ത് പല ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. Many people are getting out of their ways. Why? Because they are getting educated but they are not coming into the Lord. ദൈവവചനം പഠിച്ച പലരും പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നതിൽ ഇപ്പോൾ വിമുക്തത കാണിക്കുകയാണ്. We are having under construction assembly halls at present. ഈ ഒരു സമയങ്ങളിൽ ഞങ്ങൾ പല സഭാ ഹാളുകൾ പണിയുന്നുണ്ട്. So please remember in your prayers. ഈ വിഷയങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. We are planning to go to Sonpur area, which is one of the persecuted area in Orissa and Chhattisgarh belt. ഛത്തീസ്ഗഡിലും ഒറീസയിലും വളരെ പീഡനം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്കും ഞങ്ങൾ പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. We all are going to travel on 13th of this month. There's another 7 days, 5 days. ഈ മാസം 13-ാം തീയതി ഞങ്ങൾ മടങ്ങി ആന്ധ്രയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. So that remember in your prayers. ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. We are very happy to have Christopher brother and Giomon with us.
ക്രിസ്റ്റഫർ ബ്രദറും ഷിമോൻ ബ്രദറിനും ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. They are also joining with us this trip. ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം അവരും ചേരുന്നുണ്ട്. We are very happy for the assembly hall as well as the gospel worker here. ഈ സ്ഥലം സഭയും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. We could get training for few days over here. ഇവിടുത്തെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നല്ല മനോഹരമായ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടുവാനായിട്ട് സഹായിച്ചു. Then while he was coming, he was communicating with me and he was planning everything. Then while he is coming in the travel meeting, he was planning everything. പ്രിയ പിതാവ് യുഎസ്എയിൽ വരുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. So we are thankful and he is thinking that we need to grow in the scripture, so he is developing that aspect to make us to know theory as well as the practical experiences in these areas. ഞങ്ങൾ വചനത്തിൽ വളരുവാൻ വേണ്ടിയാണ് പ്രിയ പിതാവ് ഈ കഷ്ടതയെല്ലാം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത്. We all are working for the mission field for our Lord Jesus Christ. ഞങ്ങളെല്ലാവരും കർത്താവിന് വേണ്ടി വയലിൽ അധ്വാനിക്കുന്നവരാണ്. As a part of that, we are following Brother Krishna testimony, who came to our area and visited. You all of you know that. ആ ഒരു രീതിയിൽ പ്രിയ സഹോദരി ക്രിസ് ഞങ്ങളുടെ ആ ദേശത്തേക്ക് കടന്നു വരികയും അവിടെ വളരെ മനോഹരമായ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. Why I raised his name is if he did not come, we would have not continued the ministry. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുവാൻ കാരണം പ്രിയ സഹോദരൻ ആ ദേശത്തേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും ദൈവത്തെ അറിയുകയോ ആ മിനിസ്ട്രിയിൽ ആയിരിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. Nowadays we are facing a lot of problems, including health as well as the other issues whatever are coming. So remember in your prayers for all of the gospel workers, their families as well as their children and all the aspects whatever is going on. Thank you all. ഈ നാളുകളിൽ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ. ആ വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെയുള്ള ശുശ്രൂഷകളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നപേക്ഷിക്കുക. There are 18 assemblies established and the remaining assemblies are under the establishment of 20. 18 സഭകൾ ഈ ശുശ്രൂഷ മൂലം സ്ഥാപിക്കപ്പെട്ടു. ഇനി ഒരു 2 സഭകൾ കൂടി സ്ഥാപിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. Including associated members, gospel workers, we are having 80 gospel workers. 80-ലധികം ശുശ്രൂഷകന്മാർ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. All the different areas we are doing the ministry and we are having 7 campuses. മാത്രമല്ല ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു 7 ക്യാമ്പ് സെന്റേഴ്സ് ഉള്ളതായിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തിൽ പറയുകയാണ്. So please remember in your prayers. ഈ Thank you all. Praise the Lord.